ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മളെ ലേഖമ്മേനെ കിട്ടിയിട്ടുണ്ട്. അതെ, രാവിലെ പോയാൽ വൈകുന്നേരം കാണും. അതെ, പണിയേറി വന്നാൽ തന്നെ അപ്പുറത്തേക്കാ പോകുന്നെങ്കിൽ പിന്നെ കുറച്ചു നേരം പറവെടുത്തിരിക്കും. അപ്പോൾ നമ്മിന്നൊരു നല്ല 4 മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ഈ കണ്ണൂർ ഭാഗത്ത്, പൈനൂര് ഈ ഭാഗത്തെല്ലാം തട്ടുകടയിലെല്ലാം മെയിനായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. നമ്മളെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടും ഉണ്ടായിന് അത് ഉണ്ടാക്കി കാണിക്കുമെന്ന്. അപ്പം കുറേ നാളായി പറഞ്ഞിട്ട്, പക്ഷെ ഇന്നാണ് നമുക്കത് ഉണ്ടാക്കാനില്ല ഒരു ഇത് കിട്ടിയതല്ല. എന്നാ ഉണ്ടാക്കുന്നത് ഇതാ അമ്മമാരെന്നെ പറയും, സ്വദേശി വട അല്ലേ സ്വദേശി. അതെ, അപ്പം ഇന്ന് നമുക്ക് നല്ല സ്വദേശി വട ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലേ. എന്താ, മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടാ. ഏതായാലും ലോകലും സ്കൂളിട്ട് വരാനാകുമ്പോഴത്തേനും എല്ലാവർക്കും 2 വീട്ടുകാരും കൂടി ഇരിക്കുമ്പോ അതെല്ലാം അതെ അപ്പൊ അത്ര ഉണ്ടാക്കാഞ്ഞാല് 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മൈസൂർ പഴമാണ് നമ്മൾ എടുത്തിട്ടില്ലേ, 3 എടുത്തിട്ടുണ്ട്. എടുത്തിട്ടില്ലേ ഇതില് ആവില്ലെങ്കിൽ നമുക്ക് പിന്നെ പഴമുണ്ട്, വേണമെങ്കിൽ അന്നേരം കൂട്ടാം. അത് ഞങ്ങൾക്ക് 3 ആണി വെല്ലം എടുത്തിട്ടുണ്ട്, 2 ഏലക്കായി എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം കൂടി വേണം. അപ്പോൾ നമുക്ക് ആദ്യം എന്നാക്കുന്നമ്മ, ആദ്യം നമുക്ക് പഴം അരക്കാം. പഴത്തിൽ വെച്ച് ഏലക്കായും കൂടെ അരക്കാം, തോട് കളഞ്ഞിട്ട് അരക്കാം അല്ലേ. പഴം വെല്ലം പിന്നെ ഇതിൽ നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല, കല്ലൊന്നും ഇല്ലാത്ത വെല്ലാണ്. അപ്പോൾ നമുക്ക് ചിരണ്ടിയിട്ട് ഇടാം. എന്താ വെച്ചാൽ ഞാൻ ഇതിനിടക്ക് പിന്നെ കാരയപ്പത്തിനാക്കുമ്പം ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടാ, നമുക്ക് ചിരണ്ടാം. അപ്പം 3 പഴം ഇതാ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 ഏലക്കായി ഇതാ തൊലി കളഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴവും ഏലക്കായും കൂടി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു നുള്ളി കല്ലുപ്പായ കൊണ്ട് കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ 1 സ്പൂണ് ജീരകം ഇടുന്നുണ്ട്, ചെറിയ ജീരകം ഇടുന്നത്. അപ്പോൾ ഇതിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഏലക്കായിനെക്കാട്ടി നല്ല മുമ്പിലിട്ട് വെക്കേണ്ടത് ജീരകത്തിൻ്റെ ജീരകമാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വമ്പിച്ച വെള്ളം ചെണ്ടൽ മത്സരമാണ്. ഏതായാലും ഓണെല്ലാം ആവാനായില്ലേ, 2 കൂടി വെള്ളം ചെണ്ടൽ മത്സരം കൊടുത്തിയാന്ന് കേട്ടാ. അപ്പോൾ അതാ വെല്ലെല്ലാം നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ഇട്ട് നോക്കാം. ഇതിനധികം മധുരം വേണ്ട കേട്ടാ, കുറച്ച് ഇടാം, നമുക്ക് വീട്ടിൽ ഇടാം. പിന്നെ ബാക്കിയിട്ട് നമുക്ക് പിന്നെ അവലോ എന്തെങ്കിലും വെക്കുമ്പോൾ അതിലിടാലോ. ഏതായാലും 3 ആണി വെല്ലാം നമ്മൾ എടുത്തിട്ടില്ലേ, പിന്നെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പകുതി മതിയാവുമായിരിക്കും കേട്ടാ. അപ്പോൾ പഴം, ഏലക്കായി, ഉപ്പും കൂടെ അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പായ കൊണ്ടാന്നേ ഇതിന്റെ പേര് അരച്ചിന്, അല്ല കല്ലുപ്പായ കൊണ്ട് പൊടിയുപ്പ് എന്ന് പറയുന്നത്. പൊടിയുപ്പ് ഇല്ലാത്തതുകൊണ്ട് കല്ലുപ്പ് ഇതിലേക്ക് അരച്ചു. പിന്നെ ഇപ്പം കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതെ, ഒരു നുള്ള് അപ്പക്കാരം ഇടുന്നുണ്ട്. അപ്പം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പം കുഴക്കുമ്പോൾ തന്നെ കുറേ സമയമായിട്ടുണ്ട്, നമുക്ക് ചൂടാനും വേഗം. അപ്പം അതുകൊണ്ടാണ് ഇടുന്നത്. ഏകദേശം എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട? ഒരു 1/2 മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആക്കലുണ്ട്. ഈ അപ്പക്കാരൊന്നും കൂടുന്നില്ലെങ്കിൽ പിന്നെ 1-2 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടാക്കാം. വെച്ചത്ര ഇത് നല്ല പൊന്തി വരും അല്ലേ. ഇതിപ്പോൾ നമുക്ക് അധികം സമയം വെക്കാനൊന്നും ഉണ്ടാവില്ല, നമ്മൾ പിള്ളേർ വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കണത്. അതെ, നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല കേട്ടാ, ഒരു കളറിന്. ഇപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട പരിപാടിയില്ല, നമുക്ക് എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ഇട്ടു. അല്ല, നമ്മ ഫുഡ് കളറെല്ലാം ചേർക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറൽ ആയിട്ടില്ല നമ്മളെ കളറ് ചേർക്കുന്നതല്ലേ. അപ്പോൾ ഒരു പൊടിക്കായിട്ട് എടുത്തിട്ട് കേട്ടാ.
അപ്പോൾ നമുക്കിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമാക്കിച്ച് ആ അപ്പോൾ ജാറിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴയൊന്ന് നല്ല ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ആ കുഴ ശരിയായാലും മാത്രമേ നല്ല അടിപൊളി സ്വദേശി വട കിട്ടൂലു. അതെ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിട്ടാ അല്ലമ്മ. അപ്പം ഇതുപോലെ കുഴക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. കുറച്ച് ലൂസിൽ അല്ലമ്മ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നില്ലവർക്ക് ഒരു 3 ആണി വെല്ലം തന്നെ തേച്ചൊന്ന് ചേർക്കാം. നമ്മ ഇതാ 1.5 ആണി വെല്ലം മാത്രമേ ചേർത്തിട്ടില്ല. പകുതി ചേർത്തിട്ടുണ്ട്, പകുതി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മതിയാവും. ഈ ഒരു സ്നാക്കിന് അത്രയും മധുരം ഉണ്ടാവില്ലല്ലോ അല്ലമ്മ, കൂടുതൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടാം. അപ്പം ഇങ്ങനെ എണ്ണയിലേക്ക് വീഴണം അല്ലേ. അപ്പം നല്ല ബോൾ പോലെ നല്ല സ്വദേശി വട തയ്യാറായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി കാണാം. ഇത് ആ 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കേട്ടല്ലേ. എനിക്കിങ്ങനെ ആക്കി കൊടുക്കാൻ എന്നാ അമ്മ 2 മണിക്കൂർ വൈകുന്നേരം ആക്കിക്കൊണ്ടുന്നോ. ഓക്കെ, ബൈ ബൈ. അപ്പം നീണ്ട 2 മണിക്കൂറിന് ശേഷം ദാ അമ്മിത വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളെ മാവെല്ലാം ഇതാ 2 മണിക്കൂറിന് ശേഷം കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ബബിൾസ് എല്ലാം വന്നിട്ടുണ്ടോ? അപ്പോൾ ചേഞ്ചിട്ട് എടുക്കാൻ നോക്കാം. ആ ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതെ. നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതാ ഈ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേരലിൻ്റെ ഉള്ളിലേ ഇങ്ങനെ ഇടരാമേ. ഒരേ സമയം തന്നെ 5-6 ഉണ്ടാക്കാൻ പറ്റുണ്ടോ. അധികം ഞാനൊരു 2 തട്ടടയിൽ പോയായില്ല ഇതാ വാങ്ങല്. അത് പഴംപൊരി ആണെങ്കിൽ 10 രൂപക്കോ 12 രൂപക്കോ ഒന്നല്ല കിട്ടൂലു. ഇതാകുമ്പോൾ 10 രൂപക്ക് ഒരു പ്ലേറ്റ് 5-6 ഉണ്ടാവും. 2 സുഖമായിട്ട് കഴിക്കുക. നമ്മളെ വീടെ തട്ടടയിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇത് മൈദപ്പൊടിയിലും ആക്കാം, ഗോതമ്പിലും ആക്കാം. ആ പിന്നെ ചിലവർ കടലപ്പൊടി ഇടും. കുറച്ച് കടലപ്പൊടി ഇടും. നമ്മൾ വെറും മൈദയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയും ആക്കാം. അപ്പോൾ നമ്മളെ ആദ്യത്തെ സെറ്റ് സ്വദേശി വട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റത്തത് നമുക്ക് ഓരലായി. അതെ, നമ്മളെ സ്വദേശി വട ഇതാ ചുട്ടിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അതെ അമ്മക്ക് ബാക്കിയുള്ള പലഹാരം ചുട്ട് ഇത് പുഷ്പം പോലെ ചുട്ടെടുക്കാൻ പറ്റിയല്ലോ. വേഗം ആവുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.
നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അല്ലേ. പിന്നെ കൂട്ടെ അപ്പോൾ ഇതാ നമ്മളെ സ്വദേശി വടയിൽ ഇതാ ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും ചാവടികളായി. അതെ, ഫസ്റ്റിലേക്ക് എടുത്ത് കുഞ്ഞുകൊടുത്ത് ലോകൂട്ടം പിന്നെ ലോകൂട്ടിന് പിന്നെ എല്ലാം പൊട്ടിച്ചിട്ടെല്ലാം കാണിക്കണം. അതെ, പൊട്ടി ഉള്ളെല്ലാം നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് പറ്റിയ മധുരം തന്നെ. ഇതിനങ്ങനെ ഓവർ മധുരം ഇടൂല, അങ്ങനെ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള മധുരേ ഉണ്ടാവുള്ളൂ. സൈഡിലുള്ള നല്ല കറുമുറിയും ഉള്ള നല്ല പഞ്ഞി കണക്കത് നല്ല ടേസ്റ്റ് ഉണ്ട്. ലോകു സ്വതവേ സ്വദേശിയോടെ അവന് ഇഷ്ടമല്ല കേട്ടാ, ഇന്ന് കഴിക്കുന്നുണ്ടല്ലോ. ഇഷ്ടമില്ലാത്ത പലഹാരാന്നെല്ലാം പറയുവാൻ ഇത് തിന്നൂല. ഇതെങ്ങനെയുണ്ട്? മൈദപ്പൊടിയും വെല്ലും എല്ലാം സിമ്പിളായിട്ടുള്ള ചേരുവകളാണ്, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണമെന്നേ ഇല്ലു. അപ്പൊ എന്താ നമ്മളെല്ലാരും ചായ കുടിക്കലായേ. അപ്പൊ എന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, വീട്ടിലുണ്ടാക്കിയിട്ട് ഇത് ആദ്യമായിട്ടാ കഴിക്കുന്നത് കേട്ടാ. തട്ടയുടെ തന്നെ കഴിച്ചു തരാണ്ട് അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ട് പറയാ. കുഞ്ഞു നല്ല ടൈം വന്നു, ഒരു തട്ടടത്ത് നല്ല ടൈം വന്നു. തട്ടോടെ നമ്മൾ കഴിക്കുമ്പോഴേ ഭയങ്കര ഒരു ഞാൻ ധരിക്കുമ്പോഴത്തെ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയില്ല, അപ്പക്കാരെ കൂടുതലായിട്ട് അല്ലേ അതാണ് ഇഷ്ടല്ലാത്തൊരു ധരിക്കുമ്പോഴത്തെ ഒരു മുള്ളെല്ലാം ഒരു പൊടി ഇല്ലെങ്കിലും സാരമില്ല, കഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. പക്ഷെ ഇത് നല്ല ഉണ്ട് തിന്നാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി വീട്ടിൽ തന്നെ നമുക്ക് സ്വദേശിയോടെ ഉണ്ടാക്കി നോക്കാം. ചെറുപഴ ഏതായാലും മതി, പിന്നെ നേന്ത്രപ്പഴം നമ്മുടെ ചെറുപഴ ഏതായാലും സ്വദേശിയോടെ ഉണ്ടാക്കാൻ പറ്റും. മൈസൂർ പഴം തന്നെ വേണമെന്നില്ല, നല്ലോണം പഴുത്ത പഴം ഉണ്ടാവണമെന്നില്ല. ഈ കൊയക്കലാന്ന് മെയിൻ ടേസ്റ്റ് ഉണ്ടാക്കും. കൊറേ സമയം കൊഴിച്ചില്ലേ, എനിക്ക് നല്ല എനർജി ഒന്നും ഞാൻ കൊറേ സമയം കഴിച്ചില്ല. എനിക്ക് കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു, ഞാൻ കഴിച്ചോണ്ടിരുന്നോ. അപ്പൊ വീട്ടിലെല്ലാം എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്വദേശിയുടെയും വീട്ടിലെല്ലാം ഉണ്ടാക്കി ഞെട്ടിക്കാരം. അപ്പൊ ഈസി റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും, അധികം സമയം. അപ്പൊ ഇത് തന്നെ കൊഴിച്ചിട്ട് കുറച്ച് സമയം ആ പൊന്ത് വരാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.